KLM എയർലൈൻസിന്റെ ഒരു യാത്രാ വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് വലിച്ചെടുക്കപ്പെട്ട വ്യക്തിക്ക് ദാരുണാന്ത്യം. ആംസ്റ്റർഡാമിലെ ഷിപ്പോൾ വിമാനത്താവളത്തിലായിരുന്നു ദാരുണ സംഭവം ഉണ്ടായത്. ഇതൊരു അപകടമാണോ അതോ ആത്മഹത്യയാണോ എന്ന് പറയാനാവില്ല എന്നായിരുന്നു ഡച്ച് മിലിറ്ററി പോലീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. വിമാനത്തിന്റെ എഞ്ചിനിൽ നമുക്ക് ആളുകൾ പെടുന്നതും അതുവഴി ഉണ്ടാകുന്ന ദാരുണ അന്ത്യവും അത് നമ്മൾ ഇതിനു മുൻപും നമ്മൾ വായിച്ചതാണ്. ഇന്ത്യയിലടക്കം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആംസ്റ്റർഡാമിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. വിമാനത്തിന്റെ എഞ്ചിന്റെ അടുത്തുകൂടെ പോയപ്പോൾ വലിച്ചെടുക്കുകയായിരുന്നു ഉള്ളിലേക്ക് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ഉച്ചയോടെ നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ എമർജൻസി വിഭാഗം ജീവനക്കാർ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ഹ്രസ്വദൂര യാത്രയ്ക്കായി സിറ്റി ഹോപ്പറായി KLM ഉപയോഗിക്കുന്ന എംപയർ 190 വിമാനത്തിനുള്ളിൽ യാത്രക്കാരും ജീവനക്കാരും കയറിയതിന് ശേഷമായിരുന്നു ഈ സംഭവം നടന്നത്. ടർബൈൻ ബ്ലോഡുകളിൽ കുരുങ്ങിയായിരുന്നു ഈ വ്യക്തി എന്നാണ് ലഭിക്കുന്ന വിവരം. സംഭവം നടന്ന ഉടൻ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം ഉണ്ടാവുകയും എഞ്ചിനിൽ നിന്ന് പുക ഉയരുകയും ചെയ്തതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക മാധ്യമം ഡി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുകയാണ്. നെതർലാൻഡിലെ ഷിഫോളയിൽ നിന്നും ഡെൻമാർക്കിലെ ബിലൂദിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുകയായിരുന്നു വിമാനം ടേക്ക് ഓഫിനായി പുറകോട്ട് നീക്കിയ സമയത്ത് ഒരാൾ എഞ്ചിനിലേക്ക് കയറുകയായിരുന്നു എന്നാണ് മറ്റൊരു ദൃക്സാക്ഷിയെ ഉദ്ധരിച്ചുകൊണ്ട് ഡച്ച് ന്യൂസ് പേപ്പറായ AD റിപ്പോർട്ട് ചെയ്യുന്നത്. മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങളോട് അനുശോചനം അറിയിച്ച വിമാനത്താവള അധികൃതർ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പറഞ്ഞു. മിലിറ്ററി പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ വിമാനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും ജീവനക്കാരെയും തിരിച്ചിറക്കിയതായി അധികൃതർ അറിയിച്ചു. ഈ ദുരന്തം നേരിട്ട് കാണാനിടയായ യാത്രക്കാർക്ക് കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള മനഃശാസ്ത്രപരമായ പിന്തുണകൾ നൽകുന്നതായി മിലിറ്ററി പോലീസ് അറിയിച്ചു. അന്വേഷണത്തിൽ പ്രധാന സാക്ഷികൾ സംഭവം കണ്ട യാത്രക്കാർ തന്നെയാണ് എന്നും പോലീസ് അറിയിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും മിലിറ്ററി പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം ദാരുണ സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപ് നമ്മൾ ദൃക്സാക്ഷികൾ പലരും പറയുന്നത് അയാൾ ഈ ഒരു എഞ്ചിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നതാണ് കണ്ടു എന്നാണ് പറയുന്നത്. എന്തായാലും അതിനുശേഷമാണ് ഈ ഒരു നിലവിളിയും ഒരു സംഭവം നടന്നത്. ഇത് ആത്മഹത്യയാണോ അപകട മരണമാണോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആത്മഹത്യയാണോ അപകട മരണമാണോ എന്ന് അറിയാൻ സാധിക്കാതെ പോയത്. എന്തായാലും നേരായ ഒരു കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു മാനസിക നിലയിലല്ല നിലവിൽ യാത്രക്കാരെന്നാണ് മനസ്സിലാകുന്നത്.